മേഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ കിടക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണോ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി ചുറ്റുന്നത്? അമ്മ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, അത് ഉള്ളതാണോ? പല ഗർഭിണികളും ചോദിക്കുന്ന ഒരു സംശയമാണ് ഇത്. കുഞ്ഞിന്റെ പൊക്കിൾക്കൊടിക്ക് ഏകദേശം 45 സെന്റിമീറ്ററോളം നീളം വരാറുണ്ട് സാധാരണയായിട്ട്. ചില കുട്ടികളുടെ പൊക്കിൾക്കൊടിയുടെ നീളം കൂടുതലുമായിരിക്കും. കുഞ്ഞാണെങ്കിലോ വെള്ളത്തിൽ, അതായത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ദ്രാവകത്തിൽ സ്ഥിരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പൊക്കിൾക്കൊടി ചിലപ്പോൾ കയ്യിലോ കാലിലോ കഴുത്തിലോ ഒക്കെ ചുറ്റുന്നത്. വളരെ അപൂർവമായി പൊക്കിൾക്കൊടിയിൽ തന്നെ കെട്ടുകൾ പെടുന്നതായിട്ടും കാണാറുണ്ട്. അതിന് അമ്മ കിടക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മ എങ്ങനെ കിടന്നാലും കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി ചുറ്റുന്നതും ചുറ്റാതിരിക്കുന്നതും തടയാൻ പറ്റുകയില്ല. ഇത് അമ്മയോട് പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷെ കിടക്കുമ്പോൾ സൂക്ഷിച്ചെഴുന്നേൽക്കുന്നതും ഗർഭിണിക്ക് നല്ലതായിരിക്കും. അതായതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ ഉപദേശിക്കുന്നത്. പിന്നെ പൊക്കിൾക്കൊടി കഴുത്തിന് ചുറ്റും ചുറ്റി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു ഗർഭിണിയെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ വെളിയിൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കുഞ്ഞിനെ കാര്യമായി മോണിറ്റർ ചെയ്ത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ പൊക്കിൾക്കൊടി കഴുത്തിന് ചുറ്റും ചുറ്റി എന്ന് സ്കാനിൽ കണ്ട അത് ഡയറക്റ്റ് ആയിട്ട് സിസേറിയനുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ല. കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി വളരെ ലൂസായിട്ട് കിടന്ന് നോർമലായി ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെങ്കിൽ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറുകിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും. അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് സമാധാനമായി കിടന്നോളൂ.